ഒരു ബഹുമാനത്തോടെ ഇട്. ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്ത് എണ്ണ ഇങ്ങനെ പുകഞ്ഞ് പതഞ്ഞൊക്കെ വരണ. ഹലോ, എല്ലാവർക്കും എൻ്റെയും മുത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണദിനാശംസകൾ. ഞങ്ങൾക്കിന്ന് രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. നിങ്ങൾക്കുണ്ടായിരുന്നോ? ഇന്ന് സാധാരണ ഡേ പോലെയല്ല, ഞങ്ങൾക്ക് ഇന്നത്തെ തിരുവോണം ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ ഈ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റും ഉണ്ട്. ഇന്നത്തെ ഓണം നമ്മൾ എന്തായാലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. അതായത് രാവിലെ എണീറ്റ് കുളിച്ച് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി സിന്ദൂരമൊക്കെ ഇട്ട് നമ്മൾ ഈ ഈറനോടെയൊക്കെ ജോലിക്ക് കയറത്തില്ലേ. നമ്മൾ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ പണ്ട് കാണുന്ന ടൈമിൽ ഞാൻ ഒരുപാട് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെ സ്വപ്നം കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആക്ച്വലി ആ ഒരു ഡ്രീമൊക്കെ കം ട്രൂ പോലെയാണ്. ഇതൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. അതിനുശേഷം നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നെല്ലാം ചെയ്ത് ഇന്ന് ഒരുപാട് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഒരു നല്ലൊരു സദ്യ ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ തലേന്ന് എല്ലാ സാധനങ്ങളും അരിഞ്ഞു പറക്കി ഫ്രിഡ്ജിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അച്ചാറിന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനാണ് അച്ചാറിടുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഓരോ ജോലി ചെയ്യും. അതാണ് നമ്മൾ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. സോ മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് മാങ്ങ ഓൾറെഡി അരിഞ്ഞ് തലേന്ന് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കായപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മുളക് പൊടി ശകലം ഉലുവാപ്പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക, ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. അതിനുശേഷം ഡയറക്റ്റ് നമുക്ക് മാങ്ങയിലിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കടു വറുത്ത് വീത്താം. ഭയങ്കര സിമ്പിളാണ്. ഞാൻ മിക്സ് ചെയ്യുന്ന ടൈമിൽ മുത്തതിന് വേണ്ടിയുള്ള കടു വറുക്കുവാണ്. എണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതൊന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. സംഭവം സിമ്പിളാണ്. മാങ്ങ അച്ചാർ റെഡി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി എനിക്ക് ABCD അറിയില്ല, സോ മുത്തായിരിക്കും ഇഞ്ചി ഉണ്ടാക്കുക. നമ്മൾ മാങ്ങ അച്ചാർ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഉണ്ടാക്കാം. ഇഞ്ചി ഈ പറയുന്ന ഒരു സാധനങ്ങളും നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എല്ലാം ഉണ്ടാക്കുന്നത്, അല്ലേ? അമ്മ ഉണ്ടാക്കി ഉച്ചയ്ക്ക് വന്ന് തിന്നും. സോ ആ പാൻ മാറ്റി ഈ പാൻ വെക്കാം. സോപ്പൻ വെക്കാം. സോ ആ പാൻ മാറ്റി ഈ പാൻ വെക്കാം. മൊത്തം ഓരോന്ന് ഇവിടെ ചെയ്യുമ്പോൾ ചെയ്ത് ഓരോന്ന് വൃത്തിയാക്കിയും കൂടി വെക്കുക. അല്ലെങ്കിൽ ഇവിടെ ഒരു കുന്നാവും പാത്രങ്ങൾ. പുളിയും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്, ചെറു ചൂട് വെള്ളത്തിൽ. ഇനി നമുക്ക് ഇഞ്ചി ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എണ്ണ ഒഴിച്ചോട്. ആദ്യം ആവശ്യത്തിന് എണ്ണ. എത്രയാണ് ഒഴിക്കേണ്ടേ? ഇഞ്ചി മൂപ്പിക്കാൻ വേണ്ടിട്ടുള്ള എത്രയൊന്നും പോരാ. ഇതുപോലെ നമ്മളെല്ലാം കുറേശ്ശേ ഉണ്ടാക്കണുള്ളൂ. കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചൂടാവട്ടെ. ഇത് പച്ചവെള്ളം ഇത്ര ഇഞ്ചിയാണ് നമ്മൾ വെക്കാൻ പോണം. ചൂടായ എണ്ണയിൽ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കുക. ഇവിടെ ഇഞ്ചിയിൽ എണ്ണ ഇട്ടപ്പോൾ എണ്ണ നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. ഇതെന്ത് എണ്ണ ഇങ്ങനെ പുകഞ്ഞ് പതഞ്ഞൊക്കെ വരണ. ഇതൊരു പത കണക്ക് വരണ. എന്ത് വല്ല റിയാക്ഷൻ നടക്കണ? എന്താ ദൈവമേ. ഒന്നാമത്തെ കാര്യം ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും പിന്നെ എന്തൊക്കെ സാധനങ്ങളെ റിയാക്ഷൻ ആണ്. പിന്നെ ഇതില് വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലേ. നമ്മള് എണ്ണയില് വെള്ളത്തിന്റെ അംശം ഇടുമ്പം നീരാവിയായിട്ട് മാറുമല്ലോ. അതാണ് ഈ കുമ്പളാണെങ്കിൽ ഇങ്ങനെ വരണം. ഇത് കഴിയുമ്പോ ഇതെല്ലാം മൊരിഞ്ഞു വരുമ്പോ അതില് എണ്ണയുടെ അംശം കുറയും. പക്ഷെ വെള്ളത്തിന്റെ അംശം ഇഞ്ചിയിൽ കുറയും. അപ്പോഴാണ് നമ്മളിത് കോരി എടുക്കണം. അപ്പൊ ഇതിന്റെ പതയും പോവും. പത പറഞ്ഞത് ആക്ച്വലി മറ്റേ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും അതിന്റെ എന്തൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതാണ് പതയുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. നോക്കാണ്ട് പക്ഷെ ആടെ മൊരിഞ്ഞു കേട്ടോ. ഇതൊന്നും പോരെ മൊരിഞ്ഞിട്ട് ആ പത മാറണല്ലോ, മൊത്തം പത. അതുപോലെ നമ്മള് ചെറുതായിട്ടല്ലേ അരിഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടാ. ഇങ്ങനെ ചെയ്യുമ്പോ സത്യം പറഞ്ഞാൽ നീളത്തില് റൗണ്ടിന് അരിയണായിരുന്നു നല്ലത്. റൗണ്ടിനാണ് സാധാരണ എല്ലാരും അരിയണം. മുത്തത്തിന് സ്ക്വയർ ആയിട്ട്. ഞാൻ വേറെ വീഡിയോ റെഫർ ചെയ്തപ്പോ അതില് ചെറുതായിട്ട് അരിഞ്ഞ്. ഇന്ന് രാവിലെ എടുത്തപ്പോ വേറെ വീഡിയോ മുരിഞ്ഞു വരെ തന്നെ. ഇച്ചിരി കഴിയുമ്പോ അപ്പൊ അതങ്ങ് പോകും. നമ്മൾ ഈ സദ്യ ഉണ്ടാക്കുമ്പോ ഏറ്റവും കൂടുതൽ ടൈം എടുക്കണ ഇഞ്ചിക്കെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ എന്തായാലും സമയം വെറുതെ കളയണ്ടല്ലോ. സോ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ തോരത്തിനും കൂടി വെക്കാം. എനിക്ക് ഏറ്റവും നല്ലോണം ഉണ്ടാക്കാൻ അറിയാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് മുത്തേ? തോരൻ, പിന്നെ എരിശ്ശേരി, അവിയല്, പപ്പടം പൊള്ളിക്കണം.
നാടൻ വിഭവങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ ഉണ്ടാക്കും. എന്ത് കരിയേപ്പില ഇടുമ്പോ അത് ഒരു 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 ബഹുമാനത്തോടെ ഇട്. ചുമ്മാ എടുത്ത് ഇങ്ങനെ എന്തൊരു ഇട്ടാ പോലെ തിന്നാനല്ലേ. അതിന്റെ ഒരു രീതിയില്ലേ, ചിലവര് ചെയ്യണ കാണുമ്പോ തന്നെ ഒരു ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാനപ്പോ ഈ ഭംഗിയിൽ ചെയ്യാം. നമുക്ക് ഈ ഭംഗി മതിയാ. നമ്മളിവിടെ വെക്കാൻ പോകുന്നത് ക്യാബേജും ക്യാരറ്റും കൂടി വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ഞാനിത് വെക്കുന്ന സമയത്ത് മുത്തവിടെ ഇഞ്ചിക്കുള്ള കാര്യങ്ങളെല്ലാം കൂട്ട് റെഡിയാക്കുന്നുണ്ട്. ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ചൂടായ എണ്ണയിൽ കടുക്, പച്ചമുളക്, കറിവേപ്പില, കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. പിന്നെ ലേശം ഉലുവപ്പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ദെൻ പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ശർക്കര ഇടണം. ശർക്കര ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ്. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇടുന്നത്. ഈ ഒരു സമയത്തേക്ക് എന്റെ തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അവിയൽ ഞാൻ ഈ ഒരു പാനിൽ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. അപ്പം മുത്ത് പറഞ്ഞു എന്തിനാ വെറുതെ ടൈം കളയുന്നത്, കുക്കർ ഇരിക്കയില് കുക്കറിൽ ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ മാറ്റി കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി മുത്തിൻ്റെ സ്പെഷ്യൽ രസമാണ്. രസത്തിൻ്റെ റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം അപ്പോഴേക്കും ക്യാമറയിൽ ചാർജ് തീർന്നു. സോ ബാക്കിയുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ക്യാമറ എടുക്കുന്നത്. സോ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ അവിയൽ റെഡി ആയിട്ടുണ്ട്, രസം റെഡിയായി, നാരങ്ങ, ഇഞ്ചി, മാങ്ങ, പൈനാപ്പിൾ കിച്ചടി, ബീട്രൂട്ട് പച്ചടി, തോരൻ, അവിയൽ, രസം, അങ്ങനെ ഇത്രയും സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് പരിപ്പ് വയ്ക്കാനുണ്ട്, സാമ്പാർ വയ്ക്കാനുണ്ട്. ഈ ഒരു ബീട്രൂട്ട് പച്ചടിയിലും പൈനാപ്പിൾ കിച്ചടിയിലും ഒക്കെ നമ്മൾ ഈ കടുവറുത്ത് വീട്ടില്ലേ, അത് കാണാൻ ഭയങ്കര രസമാണ്. സോ ബാക്ക് ടു വർക്ക്. നമുക്കിനി മോരടിക്കണം. മോര് ഓൾറെഡി മുത്ത് അടിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ സാമ്പാർ വയ്ക്കുകയാണ്. സാമ്പാർ ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാട്ടോ വെക്കുന്നത്. എല്ലാ കഷ്ണവും ഒരുമിച്ചിട്ട് വേവിക്കുകയല്ല ചെയ്യുന്നത്. വെണ്ടയ്ക്ക, തക്കാളി ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആട്ടോ ഇടുന്നത്. ഈ സാമ്പാറിന്റെ റെസിപ്പീസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഇട്ട് മുഷിപ്പിക്കുന്നില്ല. ശരിക്കും ഈ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആ വീട്ടിൽ മൊത്തത്തില് പരക്കി ഒരു നല്ല മണം ഉണ്ടായിരിക്കും ആ ഒരു സദ്യയുടേത്. ഒരു രക്ഷയുണ്ടായില്ല. ശരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും നമുക്കൊരു മടുപ്പും മുഷിപ്പും ദേഷ്യവും ഒക്കെ തോന്നുമായിരിക്കും. പക്ഷെ എനിക്കിന്ന് എൻ്റെ കൂടെ മുത്തിരുന്ന് എല്ലാ ജോലിയും നമ്മൾ രണ്ടുപേരും ഈക്വലി ഷെയർ ചെയ്തപ്പോൾ തന്നെ അങ്ങനെ ഒരു മുഷിപ്പോ മടിപ്പോ അല്ലെങ്കിൽ ഒരു 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 ഉന്മേഷക്കുറവോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ടായിരുന്നു എല്ലാം ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ക്ഷീണം തുടങ്ങിയായിരുന്നു, കാര്യം കുറേ നേരം കൊണ്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ടൈമാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കുക്കിംഗ് ചെയ്യുന്നത്, ഇത്രയും വിശാലമായിട്ട് ഒരു ആഡംബരത്തോടുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്, ഇത്രയും വിഭവങ്ങൾ ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇതിലെ വലിയൊരു കാര്യം. ആക്ച്വലി വി ആർ പ്രൗഡ് ഓഫ് അവർ സെൽഫ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത് സത്യം പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തുന്നതാണ് നമ്മുടെ ലൈഫിൽ വലിയ ഹാപ്പിനെസ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മേ ബി ഈ വീഡിയോ കാണുന്ന പലരും ചിന്തിക്കുമായിരിക്കും ഇതിനകത്തൊക്കെ പ്രൗഡാവാൻ എന്തിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. കാര്യം ഞാൻ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളും വലുത് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം, അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെ അമ്മമാരായിരിക്കും എല്ലാം ഉണ്ടാക്കുക. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ അമ്മ, മുത്തിന്റെ വീട്ടിലാണെങ്കിൽ മുത്തിന്റെ അമ്മ. ഇവര് മെയിൻ ആയിട്ട് നിന്ന് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് നമ്മുടെ അമ്മമാരായിരുന്നു. പക്ഷെ ഇപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്ന് ഞങ്ങള് കല്യാണം കഴിച്ചു, സെപ്പറേറ്റ് ആയി. അപ്പൊ അതിനുശേഷം നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നു. ആ സമയത്ത് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം വീട്ടുകാർ ചെയ്തോളൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് സഹായിച്ചു കൊടുത്താൽ മതി. പക്ഷെ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം വലിയൊരു മടുപ്പോ മുഷിപ്പോ ഒന്നും തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ ഒന്ന് വന്നായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ വന്നിട്ട് എങ്ങനെയുണ്ട്, എന്തൊക്കെ വെച്ചു, അങ്ങനെ മൊത്തത്തിലൊന്നും ഇങ്ങനെ വിലയിരുത്തുവാണ്. എന്തൊക്കെ വെച്ചു, ഞങ്ങൾ വല്ല വെക്കൂ, അമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ ഇത്രയൊക്കെ വെക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സംസാരിച്ച് നമ്മളെല്ലാം ഏകദേശം ഉണ്ടാക്കി. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പായസമാണ്. നമ്മൾ ബ്രഹ്മസല്യാണ് ഉണ്ടാക്കാന്ന് വെച്ചത്. പക്ഷേ മുത്തിന് ഒരേ ആഗ്രഹം പാലട ഉണ്ടാക്കണം. അത് മുത്ത് തന്നെ ഉണ്ടാക്കും, ആരും കൈവയ്ക്കണ്ട എന്നുള്ള ഒരു നിർബന്ധം കൂടി ഉണ്ടായിട്ട് മുത്തായിട്ട് പാലട ഉണ്ടാക്കി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? നമ്മുടെ പായസം എല്ലാം ആയിട്ടുണ്ട്. 2 കൂട്ടം പായസം ബോളി നമ്മൾ ഓൾറെഡി വാങ്ങിയതാണ്. ലാസ്റ്റ് നമുക്ക് പപ്പടം കാച്ചാനുണ്ടായിരുന്നു. സോ പപ്പടവും കാച്ചി. സോ നമുക്കിനി ഇലയിലെല്ലാം ഇങ്ങനെ നിരത്തി വെക്കാം. ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ഉള്ളു അങ്ങ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് ഭയങ്കരമായിട്ടൊരു സന്തോഷം വരുന്നുണ്ട്. ഉള്ളിൽ നിന്നൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ഉള്ളിൽ നിന്നൊരു സന്തോഷം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇത്രയും നമ്മൾ വെച്ചല്ലോ, ഇത്രയും നമ്മൾ ചെയ്തല്ലോ എന്നാലോചിച്ചിട്ട്. ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല,
തന്നെയല്ല, ശരിക്കും എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറ് വീക്കെ സദ്യ കഴിച്ചിട്ടാണ് ഞങ്ങൾ എണീറ്റത്. പായസം ആയാലും എല്ലാം A to Z എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. അടുത്ത ഓണം ഇതിനേക്കാളും ഗംഭീരമായിട്ട് കൊള്ളിക്കണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇത്തവണ ഉണ്ടല്ലോ, ഞങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യവും നല്ല രീതിയിൽ നടന്നു. എന്നാൽ എടുപിടിയെന്നും പറഞ്ഞിങ്ങനെ ഭയങ്കര പെട്ടെന്നൊന്നും അല്ല നമ്മളെല്ലാം ചെയ്തത്. എല്ലാം നല്ല സമാധാനത്തിലാണ് ചെയ്തത്. ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഭയങ്കര മൈൻഡ് ഫ്രീ ആയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത്. സോ വൺസ് അഗെയിൻ ഹാപ്പി ഓണം ഫോർ എവ്രി വൺ ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് ഓൾസോ. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു അംഗപ്പുറപ്പാടുണ്ട്. കാര്യം ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഏകദേശം എല്ലാം അപ്പം ക്ലീൻ ചെയ്തു എങ്കിലും ഇനി ഈ പാത്രങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. കിച്ചൺ ഒന്ന് വൃത്തിയാക്കണം. അതും കൂടിയൊക്കെ ആകുമ്പോഴേക്കും ഇന്നത്തെ ദിവസം അങ്ങ് തീരും. പിന്നെ ഒരു കാര്യം ചെയ്യില്ല, ഫുൾ റെസ്റ്റ് ആയിരിക്കും. ഇതായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള വീഡിയോ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ഓണം എവരിവൺ. ബൈ.